അപ്പോൾ ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോണത് അൾട്ടിമേറ്റ് സോക്കർ ടൈക്കൂൺ ആണ്. അപ്പോൾ ഞാനിതിൽ ഓൾറെഡി കളിച്ചിക്കണ്. ഞാൻ കുറച്ചൊക്കെ പ്രോ ആണ് ഇതിൽ. കണ്ടോ എൻ്റെ പ്ലേയേഴ്സിനൊക്കെ നോക്ക്. 104 മെസ്സി, 104 മെസ്സിയാണ്, നല്ല പവർ ഉള്ളതാണ്. പിന്നെ 101 കോൾ പാമർ, പിന്നെ കെയ്ന്, പിന്നെ ഗൈസ് വീണ്ടും വേൾഡ് കപ്പിൻ്റെ മെസ്സി, വീണ്ടും മറ്റേ ബാഴ്സലോണ, പിന്നെ വീണ്ടും വേൾഡ് കപ്പ് മെസ്സി, പിന്നെ റൊണാൾഡീനിയോ, ഇതൊക്കെ ഉണ്ട്. പിന്നെ 99 റൊണാൾഡോ, 97 നെയ്മർ, 99 റൊണാൾഡോ. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും കളി മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് അവരൊരു $1000 ഒക്കെ തരും. എന്നിട്ട് നമ്മൾ അതുകൊണ്ട് ഒരു പാക്ക് മേടിക്കണം. എന്നിട്ട് ആ പാക്കിൽ നല്ല പ്ലേയേഴ്സ് കുറച്ചൊക്കെ അത്ര പവറില്ലാത്ത പ്ലെയറിന് കിട്ടും. അങ്ങനെ അവർ നമുക്ക് പൈസ തരും. ഓരോ ടൈമിൽ സെക്കൻഡ്സിൽ ഇത്ര പൈസ അങ്ങനെ തരും. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ആ പൈസ കൊണ്ട് വീണ്ടും വീണ്ടും പ്ലേയേഴ്സിന് മേടിച്ച് നല്ല പൈസ എടുക്കണം. അപ്പോൾ എനിക്കിപ്പോൾ $5 lakh ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊരു പാക്ക് മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ പ്രൈമിൻ്റെ ചാൻസ് 25ഉം ഫാൻറ്റസി 10% ആണ്. അപ്പോൾ ഗൈസ് നമുക്ക് ക്രൈഫിനെ കിട്ടി ഗൈസ്. പക്ഷെ അത് അത്ര നല്ല കാർഡൊന്നുമല്ല. കാരണം ഓൾറെഡി എൻ്റെ അടുത്ത് ഒരു നെയ്മറിൻ്റെ 97 കാർഡുണ്ട്. അതുകൊണ്ട് അത്ര നല്ലത്. ആൻഡ് ഗൈസ് പിന്നെ ഇതിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നമ്മളെ അടുത്തുള്ള കാർഡുകൾ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അവനോട് ട്രേഡ് ചെയ്യാം. ഗൈസ് നമുക്കൊരു ലാഭവും ഇല്ല. പക്ഷെ നമ്മൾ എന്തായാലും അവന് കൊടുക്കാം. കാരണം നമ്മൾ റിച്ച് ആണ്. പക്ഷെ നമ്മൾ അതിന് പകരം സ്വാരസിന് മേടിക്കേണ്ടത്. പക്ഷെ അവന് നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. ആൻഡ് ഗൈസ് പിന്നെ ഇവിടെ റാങ്കിങ്ങിലൊക്കെ ഉണ്ട് ഇവിടെ കുറേ ആൾക്കാർ. നമ്മളെ പേരുണ്ടോ നോക്കി നോക്കാം. ഗൈസ് നമ്മളെ പേരൊന്നും ഒരിക്കലും വരില്ല. അതുകൊണ്ട് കാരണം നമുക്ക് 5 lakh ഉള്ളൂ. ഇവിടെ ബില്യണൊക്കെയാണ് അവർക്ക്. നമുക്ക് ലാക്ക് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ഇല്ല. പക്ഷെ നമ്മൾ റിച്ച് ആണ്. റാങ്കിങ്ങിൽ മാത്രമേ ഇല്ലാത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഈ സെർവറിൽ നമ്മളാണ് ഏറ്റവും റിച്ച്. ആൻഡ് ഗൈസ് നമ്മൾ അഗൈൻ ഒരു നന്മ ചെയ്യാണ്. നമ്മൾ അവന് ഗൈസ് നമ്മുടെ അടുത്ത് എംബാപ്പല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഗൈസ് നമ്മളവന് ജോൺ ക്രൈഫിന് കൊടുത്തിട്ട് അവനോട് നമ്മൾ എംബാപ്പെ മാത്രം മതി. നമ്മൾ പിന്നെ റിച്ച് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. വീണ്ടും കൊടുക്കുക. വീണ്ടും നന്മ ചെയ്യണം ഗൈസ്. ഇനിയും നന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഗൈസ് വീണ്ടും നന്മയാണ്. നമ്മൾ ഹാരി മഗ്വയറിനെയും വന്നിനെയും റോഡ്രിഗോനെ മാത്രം ചോദിച്ചിട്ട് 97 ക്രൈഫിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ആരാണ് ചിലപ്പോൾ അവർ ഒരാളെ ട്രേഡ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അവർക്കത് കിട്ടും. നമുക്ക് അപ്പോഴും നഷ്ടം തന്നെയാണ് ഗൈസ്. പിന്നെ എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യമുള്ളവർക്ക്, ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവർ AG ഗെയിമർ 5678 കൊടുത്താൽ മതി. എയും ജിയും ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ ഗെയിമർ സ്മോൾ ലെറ്റർ, പിന്നെ 5678. പിന്നെ വേറൊരു കാര്യം കാണിച്ചിട്ട് നമ്മൾ ഈ പൈസ ഇങ്ങനെ ആ സ്ഥലത്ത് നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗോളും കൂടും. ആ ഗോളായിട്ട് നമുക്ക് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയ പോലെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. സ്റ്റാൻഡും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാനും പറ്റും. ഗൈസ് നോക്കിക്കോ. അപ്പം എൻ്റെ അടുത്ത് ഗോളുണ്ട്, ഇത്രയും ഗോളുണ്ട് ഗൈസ്. നമ്മൾ ബൈ സ്റ്റാൻഡ് കൊടുത്ത് നമുക്ക് സ്റ്റാൻഡ് അടിക്കാൻ പറ്റി. ഗൈസ് അതിൻ്റെ അടിയിൽ എന്തോ ഒരു ഹോള്, സ്റ്റെപ്പായിരുന്നു കേട്ടോ അത്. ഗൈസ് നമുക്കിതിൽ റീബർത്ത് ചെയ്യാനും പറ്റും. റീബർത്ത് ചെയ്താൽ നമുക്ക് എല്ലാ സാധനങ്ങളും പോവും. പിന്നെ ഗൈസ് അവന് ട്രേഡ് സമ്മതിച്ചിട്ടോ. ഇപ്പോൾ റീബർത്ത് ചെയ്താൽ നമ്മളെല്ലാ സാധനങ്ങളും പോവും. പക്ഷെ നമ്മളെ ട്രോഫി കുറച്ചുകൂടി അടിപൊളിയായിട്ട് കിട്ടും. പ്ലാറ്റിനം ഷീൽഡ് കിട്ടും. ഫസ്റ്റ് ബ്രോൺസ് കയറും, പിന്നെ സിൽവർ, പിന്നെ ഗോൾഡ്. അങ്ങനെ ഗൈസ് നമുക്ക് വീണ്ടും പാക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ വീണ്ടും 5 lakh തന്നെ ഓപ്പൺ ചെയ്തത്. നല്ല കിട്ടിയാൽ മതിയെന്ന്. ഗൈസ് നമുക്ക് റൊണാൾഡോനെ കിട്ടി 99. പക്ഷെ ഓൾറെഡി നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ റൊണാൾഡോ. അപ്പോൾ അത്ര കാര്യമില്ല, എന്നാലും അടിപൊളി തന്നെയാണ്. ഗൈസ് നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ട്. പക്ഷെ നല്ലത് തന്നെയാണ്. നമുക്ക് എന്തായാലും കൊടുക്കാം. അവന് അത് കൊടുത്ത് നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ ടോണി ക്രൂസിനെ ചോദിച്ചാൽ അത്രയും പവറുള്ള കാർഡ് കൊടുത്തിട്ട് തന്നെ അവനോട് നമ്മൾ ഒരു എംബാപ്പിനെ ചോദിക്കാം. അല്ലെങ്കിൽ വേണ്ട, കാരണം അപ്പോൾ ലാഭം ഉണ്ടാവില്ല. നമ്മൾ ഗ്രീസ്മാനെ കൊടുത്തത്. പിന്നെ നമ്മുടെ OVR കാണിച്ചു തരാം. 100 ആണ് നമ്മുടെ OVR. അപ്പം മിക്കവാറും റാങ്കിങ്ങിൽ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം. നമുക്ക് 93 ആവണ സമയത്ത് 99 എന്ന് ഏറ്റവും കൂടുതലുള്ളത് ടോപ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ 104 ആയി. 100 ആയപ്പോൾ
അപ്പോൾ എല്ലാവർക്കും 104 ആണ്. അപ്പോൾ 104 ഉള്ളവർ മാത്രമാണ് റാങ്കിങ് ഉള്ളത്. നമ്മളെന്തായാലും ഇല്ല. സ്പിന്നുണ്ടോ നോക്കി നോക്കാം. സ്പിന്നൊന്നും ഇല്ല. നിങ്ങൾ തുള്ളി പോലും പൈസ ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് പാക്ക് കിട്ടും. ഈ സ്ഥലത്ത് വന്നാൽ ഫ്രീ പാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നാൽ